ചാലക്കുടി നഗരസഭ അനക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച തർക്കം കൗൺസിൽ യോഗം ബഹളമയമാക്കി. പ്രതിപക്ഷത്തോടൊപ്പം ഭരണപക്ഷത്തെ ചില അംഗങ്ങളും രംഗത്തെത്തിയതോടെ അന്തരീക്ഷം കലുഷിതമായി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മൂക്കിന് താഴെ നടക്കുന്ന നിർമ്മാണം ഇങ്ങനെയാണെങ്കിൽ മറ്റ് നിർമ്മാണ പ്രവൃത്തികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഭരണപക്ഷത്തെ ഒരു വനിതാ കൗൺസിലർ ചോദിച്ചത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. മുൻ നഗരസഭാ ചെയർമാനും നിലവിലെ ചെയർമാന്റെ പിതാവുമായ CI ജോർജിന്റെ പേരിടാൻ ഉദ്ദേശിക്കുന്ന അനക്സ് കെട്ടിടത്തിന് അപാകതകൾ ഉണ്ടാകാതിരിക്കാൻ ചെയർമാനെങ്കിലും ശ്രദ്ധിക്കണമായിരുന്നെന്ന വിമർശനവും യോഗത്തിൽ ഉയർന്നു. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യം. പൊതുനിരത്തുകളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരിൽ നിന്നും ആദ്യഘട്ടത്തിൽ 2000 രൂപയും പിന്നീട് ആവർത്തിച്ചാൽ 50,000 രൂപ ഈടാക്കുന്നതിന് പുറമെ നിയമ നടപടികളും സ്വീകരിക്കും. നഗരസഭാ അതിർത്തിയിൽ നിലവിൽ 49 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറകൾ പരിശോധിച്ച് മാലിന്യം നിക്ഷേപിച്ച 54 പേരെ ഇതിനകം കണ്ടെത്തി. 44 പേർക്കെതിരെ നടപടി സ്വീകരിച്ചു. 4 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും ചെയർമാൻ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.